Hello everyone, welcome back to Shrutis Digital Diary. ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ഹോം റിനോവേഷൻ ആൻഡ് ഇന്റീരിയറിനെ പറ്റിയാണ്. ഞങ്ങളെ വീടിന് ഞങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ കാണാം. The first thing which I wanted to change is ഈ ഒരു ബാൽക്കണി സ്പേസ്, ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ ആദ്യം ചെടികളൊക്കെ വളർത്താന്നുള്ള ഒരു ഐഡിയയിൽ ചെറിയൊരു ഇതുപോലത്തെ ഒരു സംഭവം കെട്ടിയതാണ്. ബട്ട് വളരെ കുറച്ച് വെയിൽ മാത്രമാണ് ഈ ഒരു സ്പേസിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ചെടികളൊന്നും വളരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു സംഭവം എടുത്തു മാറ്റി ക്ലീൻ ചെയ്യാം, അപ്പോൾ കുറച്ച് സ്പേസ് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ അതൊക്കെ പൊളിച്ച് മാറ്റി അവിടെ സിമെന്റ് ഇട്ടു. ഇപ്പൊ കുറച്ചും കൂടി അവിടെ വൈഡ് ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടിയ പോലെയുണ്ട്. ഇപ്പൊ വീടിന്റെ കറന്റ് കണ്ടീഷൻ ഇതാണ് കേട്ടോ, എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇനി നെക്സ്റ്റ് ഉള്ളത് പെയിന്റ് അടിയാണ്. പെയിന്റ് അടിക്ക് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം, ഈ 2 ബെഡ്റൂംസ് ഉണ്ട്. ആ ഒരു ബെഡ്റൂമിൽ നമുക്ക് വെളിച്ചവും കാറ്റൊക്കെ വളരെ കുറവാണ്. ഓൾറെഡി ഈ റൂമിന്റെ വിൻഡോ വളരെ ചെറുതാണ്. അപ്പോൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ വേറെ വലിയൊരു വിൻഡോ പൊളിച്ചെടുക്കണം. എനിക്ക് ബേസിക്കലി ഈ വലിയ വിൻഡോസ് വളരെ ഇഷ്ടമാണ്. എസ്പെഷ്യലി ലെങ്തി ആയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ വിൻഡോസ് ഒക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഈ വീട് ഒരു 6 years മുന്നേ എടുത്ത വീടാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഈ ഒരു റൂമിന് വെന്റിലേഷൻ കുറവായതുകൊണ്ട് എക്സ്ട്രാ ഒരു വിൻഡോ കൂടി അവിടെ എടുത്തു. പിന്നെ പെയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ റൂമിന് ഓരോ കളറാണ്. ഇവിടെ ലൈറ്റ് പിങ്ക് ആണ്, അപ്പുറത്തെ ബെഡ്റൂമിന് ഓറഞ്ച് ഷെയ്ഡാണ്, ഹാളിൽ യെല്ലോ കളർ. സോ മിക്സ്ഡ് ടൈപ്പ് ഓഫ് കളേഴ്സ് ആയിരുന്നു പണ്ട് ഒരു ട്രെൻഡിലുള്ളത്. ബട്ട് ഇപ്പോൾ എല്ലാം ഒരു സിംഗിൾ കളറാണ്. സോ ഞാൻ ചൂസ് ചെയ്ത കളർ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ഞാൻ വീടിന് മൊത്തം പെയിന്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്ന കളർ. ഡാർക്കർ ഷെയ്ഡ് പെയിന്റ് നിന്ന് ലൈറ്റർ ഷെയ്ഡ് പെയിന്റിലേക്ക് മാറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് എന്താ പറയുക, റൂമൊക്കെ വലുതായി നല്ല ബ്രൈറ്റ് ആയ പോലെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം ക്വൈറ്റ് ബിഗ് ആണ്. പിന്നെ 2 വാളിനും വലിയ വലിയ വിൻഡോസും ഉണ്ട്. പുതിയ വിൻഡോന് അലൂമിനിയം സ്ലൈഡ് ആണ് വെച്ചിരിക്കുന്നത്. സോ അതിന്റെ പണി അവിടെ കംപ്ലീറ്റ് ആയി. കുഞ്ഞു റിനോവേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഉള്ളത് ഇന്റീരിയർ വർക്കാണ്. ഇന്റീരിയർ വർക്ക് ചെയ്യുന്നതൊക്കെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. സോ ഫസ്റ്റ് TV യൂണിറ്റ് ചെയ്യാനാണ് പ്ലാൻ. അതിന് ഈ വയറൊക്കെ കാണാതെ വിധം വേണം നമുക്കൊന്നത് ചെയ്തെടുക്കാൻ. അതിനെ പറ്റിയിട്ട് എൻ്റെ അച്ഛനോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് പ്ലൈവുഡിന്റെ ആവശ്യമാണ്. അതൊക്കെ എത്തി. പിൻട്രസ്റ്റ് ആപ്പിൽ കണ്ട കുറച്ച് TV യൂണിറ്റ് ഡിസൈൻസ് ഒക്കെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഒരു ഡെമോ കൈൻഡ് ഓഫ് TV യൂണിറ്റ് ചുമരുമേൽ വരച്ചു നോക്കി. ഓൾറെഡി ഉള്ളതിനേക്കാളും കുറച്ച് താഴോട്ടാണ് TV ഇപ്പോൾ ആക്ച്വലി ഞങ്ങൾ വെക്കുന്നത്. അത് അവ്യൂന് എത്തുമോ ഇല്ലയോ എന്നുള്ളതിന്റെ ഡെമോ ആണ് ഇപ്പൊ ചെയ്ത് നോക്കുന്നത്. നമ്മൾ ഡെമോ ചെയ്ത് നോക്കുന്ന അവ്യൂന് ഇനി അവിടുന്ന് തൊട്ടാട്ടെ അവ്യൂ. അവിടെ അപ്പാന്റെ മുമ്പിൽ നിൽക്ക്, TV തോട്. സോ ഇറ്റ്സ് സേഫ്. അവിടെ 3 ഡ്രോയർ വരുന്നതുകൊണ്ട് അവ്യൂന് എത്തിപ്പിടിച്ചാലും അവിടെ TV തൊടാൻ പറ്റില്ല. പ്ലൈവുഡ്സ് അല്ലാതെ ഞങ്ങൾ കുറച്ച് മരവും കൂടി വാങ്ങിച്ചു. ഡൈനിങ് ടേബിൾ പിന്നെ അതിന്റെ ചെയർ ഡിവൈഡറൊക്കെ മരത്തിലാണ് ചെയ്ത് തീർക്കുന്നത്. ഇത് റബ്ബർ വുഡ് ആണ്. ഇത് ഇവിടുത്തെ ബാംഗ്ലൂർ ശിവാജി നഗർ ബാംബു ബസാർ എന്ന് പറയുന്ന സ്ഥലത്ത് kg 40 to 60 rupees കിട്ടും. ഈ റബ്ബർ വുഡ് ഞങ്ങൾ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫൈനസ്റ്റ് ഫേർണിച്ചർ മേക്കിംഗ് വുഡ് ആണ്, അഫോർഡബിൾ ആണ്, ഡ്യൂറബിൾ ആണ്, പിന്നെ സ്ക്രാച്ച് ഫ്രീ ആണ്. ആകെയുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഔട്ട്ഡോർ ഫേർണിച്ചേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇത് ഒരുപാട് മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. നെക്സ്റ്റ് ഞങ്ങൾ TV യൂണിറ്റിനും കോഫി ടേബിളിനും വേണ്ടുന്ന ലാമിനേറ്റ് ഷീറ്റ്സ് വാങ്ങാൻ വന്നതാണ്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു കേട്ടോ, ബിക്കോസ് കളർ കോമ്പിനേഷൻ ഒന്ന് സെറ്റാക്കി എടുക്കണമായിരുന്നു. TV യൂണിറ്റിന് ഞങ്ങൾ 2 കളേഴ്സ് ആണ് ഡിസൈഡ് ചെയ്തത്, കോഫി ടേബിളിനും അതുപോലെ തന്നെ 2 കളേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഞങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലെയിൻ ആയിട്ടുള്ള ലാമിനേറ്റ് ഷീറ്റിന്റെ പ്രൈസ് 900 rupees ആണ്. പിന്നെ ടെക്സ്ചേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ 1000+. പിന്നെ ഗ്ലോസ് ആൻഡ് മാറ്റ് ഫിനിഷ് ഉള്ളതും നമുക്ക് വേണമായിരുന്നു. എസ്പെഷ്യലി ഗ്ലോസി ഫിനിഷുള്ള ബ്ലാക്ക് വേണമായിരുന്നു. അതിന് അവർ ചാർജ് ചെയ്തത് 1250 ആണ് ഒരു ഷീറ്റിന്. നെക്സ്റ്റ് അതിനൊക്കെ ഹാൻഡിൽസ് വേണമായിരുന്നു. എൻ്റെ അമ്മോ, കൺഫ്യൂഷൻ ആയിരുന്നു. ഓരോ പ്രൈസ് റേഞ്ചിൽ ഓരോ ഡിസൈനിൽ ഏതെടുക്കണം ഏത് വേണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. ഫൈനലി കാണുന്ന ബ്ലാക്ക് റൗണ്ട് മാറ്റ് ഫിനിഷിന്റെ ഹോൾഡർ ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഒന്നിന് 90 rupees ആണ് അവർ പറഞ്ഞത്.
വീടിന്റെ കറന്റ് സ്റ്റേറ്റസ് ഇതാണ്. എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ലാമിനേഷൻ ഷീറ്റ്സ് ഒക്കെ ഒട്ടിക്കണം. ഏകദേശം പണി ഒരു 20% കഴിഞ്ഞു. 3 days later. അങ്ങനെ നമ്മുടെ റബ്ബർ വുഡ് കൊണ്ട് ഉണ്ടാക്കിയ ഡൈനിങ് ടേബിൾ റെഡിയായി, അതിന്റെ ചെയർ റെഡിയായി. പിന്നെ ഞാനൊരു കട്ടിലിന് വെക്കാൻ ഒരു ഹെഡ് ബോർഡും കൂടി റെഡിയാക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ നമുക്കൊരു പാർസൽ വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ വിൻഡോന് ഇടാവുന്ന കേർട്ടൻ അല്ല, ആക്ച്വലി ബ്ലൈൻഡ്സ് എന്ന് പറയും. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിൻഡോ പ്ലെയിൻ ആയിരുന്നു. അതിന് ചുറ്റും ഇതുപോലെയുള്ള ഒരു പാനൽ റെഡിയാക്കി. ഈ ഒരു ബോക്സ് പോലെയുള്ള പാനൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ബ്ലൈൻഡ്സ് ഇട്ടാൽ കാണാൻ ഭംഗി ഉണ്ടാകുക. ഈ ഐഡിയാസ് ഒക്കെ ഫുള്ള് ജിമിൻ്റെതാണ് കേട്ടോ. കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ജിമി. അതിനിടക്ക് ഞങ്ങള് ഫ്രിഡ്ജും വന്നു. ആമസോണിൽ ആമസോൺ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല കിടിലൻ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിയതാണ് ഈ ഫ്രിഡ്ജ്. ഇത് വേൾപൂളിന്റെ നിയോൺ 6th സെൻസ് എന്ന് പറഞ്ഞ ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ ആണ്. ഓക്കെ, നമുക്ക് നമ്മളെ ജോലിയിലേക്ക് കിടക്കാം. ഈ ചെയറിന്റെ ഈ പണി കഴിഞ്ഞ് ഇനി കുഷനും പിന്നെ അതിന്റെ എന്താ പറയാ ഫാബ്രിക് ക്ലോത്ത് ഞാൻ എല്ലാം ഞാൻ മാക്സിമം ഓൺലൈനിൽ തന്നെയാണ് ഓർഡർ ചെയ്തത്. ബിക്കോസ് പോയി തേടി പിടിച്ചിട്ടുള്ള ആ ഒരു ടൈം പ്രോസസ് ഒരുപാട് എടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഇപ്രാവശ്യം ഓൺലൈനാണ് നോക്കി. സോ നമുക്ക് നമ്മുടെ കേർട്ടൻ ബ്ലൈൻഡ്സ് അൺബോക്സ് ചെയ്യാം. നമ്മുടെ ബ്ലൈൻഡ്സ് സോ ഇതാണ് നമ്മുടെ ബ്ലൈൻഡ്സ്. അതിന് ഫിക്സ് ആക്കുന്ന മുന്നേ ജനാലകളൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്യണം. ബിക്കോസ് വീടിന്റെ അകത്ത് വെച്ചായിരുന്നു പണിയൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ മൊത്തം പൊടിയായിരുന്നു. പിന്നെ ഹൈറ്റ് കുറവായത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, മേലെ ഭാഗം ഒന്നും ഞാൻ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജിമിയേട്ടൻ തന്നെ ചെയ്തോളും ക്ലീനിങ്. സ്റ്റബേൺ ആയിട്ടുള്ള സ്റ്റെയിൻസ് ഉണ്ടാവില്ലേ, നമുക്ക് പെട്ടെന്ന് വേഗം ഒന്നും ഇളകി പോരാത്ത പോലത്തെ പെയിന്റിന്റെ സ്റ്റെയിൻ അല്ലെങ്കിൽ ഫെവിക്കോളിന്റെ സ്റ്റെയിൻ, അങ്ങനത്തെ സ്റ്റെയിനൊക്കെ ഈ ഷിൻലാക്ക് NC തിന്നർ യൂസ് ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ആയി വരും. ബ്ലൈൻഡ്സ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത് കൊണ്ട് നമുക്ക് അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ ആളൊന്നും വന്നില്ല. നമ്മൾ തന്നെ അതിൽ തന്നിരിക്കുന്ന മാനുവൽ നോക്കി നമ്മൾ തന്നെ ഫിക്സ് ചെയ്യണം. ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്ത എല്ലാ ആമസോൺ പ്രോഡക്ട്സിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. ഇത് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുവാണെങ്കിൽ ഈ പ്രോഡക്റ്റിനും പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു ഓർഡർ ഫ്രം ഓൺലൈൻ ആൻഡ് നിങ്ങൾക്ക് അതിൽ മാനുവൽ തന്നിട്ടുണ്ടല്ലോ, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊന്ന് ഡ്രിൽ ചെയ്ത് എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇതൊരു ബാറ്ററി കോർഡ്ലെസ് ഡ്രിൽ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ എന്ന് പറയും. നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ കാർപ്പൻറ്ററെ കൊണ്ട് സ്ക്രൂ ഒന്ന് ഡ്രിൽ ചെയ്ത് കയറ്റി വെച്ച് ഫിക്സ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബ്ലൈൻഡ്സ് പ്രൊഫഷണൽ ടീമിനെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഓൺലൈൻ വാങ്ങി നിങ്ങൾ സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാളും ഡബിൾ ചാർജസ് ആകും. ബ്ലൈൻഡ്സ് ഇട്ടപ്പോൾ വീടിന്റെ ലുക്ക് തന്നെ മാറിപ്പോയി. നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പാനലിന്റെ അതേ ഷെയ്ഡിലുള്ള ബ്ലൈൻഡ്സ് തന്നെ കിട്ടി, ഒരു കോഫി ബ്രൗൺ കളർ. ഐ വാസ് സോ ഹാപ്പി ആഫ്റ്റർ ഇൻസ്റ്റാളിങ്. പിന്നെ ആമസോണിൽ കുറേ ഡിസൈൻസ് ആൻഡ് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ, കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മുടെ നോർമൽ കേർട്ടൻ ക്ലോത്തിനേക്കാളും 3 times എക്സ്പെൻസീവ് ആണ്. ബട്ട് കേർട്ടൻ ക്ലോത്ത് പോലെയല്ല, ഇത് കുറച്ചും കൂടിയും എന്താ പറയുക, നമ്മുടെ വീടിന് നല്ല അടിപൊളി കിടിലൻ ലുക്ക് തരും. നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് 3 panel വിൻഡോസ്, ആ സൈഡ് 150 into 150 cm ആണ്. അതിന് അവർ ചാർജ് ചെയ്തത് 2309 rupees ആണ്. പിന്നെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 4 window പാനലാണ്. സോ ഇത് 180 into 150 cm ആണ്. ഇതിൻ്റെ ചാർജ് 3599. അപ്പോൾ എല്ലാം കൂടി ടോട്ടലായിട്ട് അവർ ഈ രണ്ടിനും കൂടി ചാർജ് ചെയ്തത് 6533. അപ്പോഴേക്കും ഞാൻ ഓർഡർ ചെയ്ത വേറെ കുറച്ച് പ്രോഡക്ട്സ് ആമസോണിൽ നിന്ന് വന്നു. ആക്ച്വലി ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് വരേണ്ടതായിരുന്നു. ബട്ട് ഇന്ന് ആക്ച്വലി ജിമിക്ക് ലീവുള്ള ദിവസമാണ്. ഇന്ന് കറക്റ്റായിട്ട് സംഭവം എത്തി. ഒന്ന് TV യൂണിറ്റാണ്, TV യൂണിറ്റിന് ചുറ്റിലും വെക്കാനുള്ള LED ലൈറ്റ്. വേറെ ഒന്ന് ഡൈനിങ് ടേബിളിൻ്റെ ചെയർസിൻ്റെ കുഷ്യൻ്റെ ഫാബ്രിക് ആണ്. ഒരു ഡീപ് ബ്രൗൺ കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ ഈ ഡാർക്ക് കളർ ഷെയ്ഡ് തന്നെ മെയിനായിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം അവ്യൂ ആണ്. ബിക്കോസ് ഡേർട്ടൊക്കെ ആയാൽ അധികം മനസ്സിലാവില്ലല്ലോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബ്ലൈൻഡ്സും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു.
ഉച്ചസമയം അതിക്രമിച്ചു കഴിഞ്ഞു. വിശന്നിട്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. അമ്മ നല്ല യമ്മി ഫുഡ് അയച്ചു തന്നിട്ടുണ്ട്. പുലാവുണ്ട്, കച്ചമ്പറുണ്ട്, അടപ്പായസമുണ്ട്, ബീട്രൂട്ട് അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഓൾമോസ്റ്റ് 5 മണിയാണ്. ലഞ്ചിന് ശേഷം ചെയ്തു തീർക്കാനുള്ള പണിയാണ് ഡൈനിങ് ടേബിളിന്റെ ചെയറിന്റെ കുഷൻസ് റെഡിയാക്കൽ. ഞങ്ങൾ ഇത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു പ്ലൈവുഡ് അതിന്റെ കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിന്റെ മേലെ സ്പോഞ്ച് വെച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ ആമസോണിൽ നിന്ന് വാങ്ങിയ ആ ബ്രൗൺ കളർ ഫാബ്രിക്കില് അതുകൊണ്ട് നല്ല ടൈറ്റ് ആയിട്ട് സെക്യൂർ ചെയ്തു. കുഷ്യന്റെ 4 സൈഡും കറക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ടാക്സ് ആണില്ലേ അതെടുത്ത് അടിച്ച് ഫിക്സ് ചെയ്തു. ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്ത വൈറ്റ് കളർ സ്പോഞ്ചില്ലേ അതിന് 1 ഷീറ്റിന് 100 rupees ആണ് ചാർജ് ചെയ്തത്. ഈ ഫാബ്രിക്കിന്റെ എക്സാക്ട് ഷെയ്ഡ് വാൾനട്ട് ബ്രൗൺ ആണ് കേട്ടോ. ആമസോണിൽ അതാണ് മെൻഷൻ ചെയ്തത്. പിന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് നോക്കിയപ്പോൾ ഇതിന്റെ സൈസ് അവർ മെൻഷൻ ചെയ്തത് 39x55 inches ആണ്. അതിന്റെ പ്രൈസ് 349 rupees ആണ്. ഞങ്ങൾ സെയിം സൈസ് 2 ക്വാണ്ടിറ്റി ആണ് ഓർഡർ ചെയ്തത്. സോ ടോട്ടൽ കോസ്റ്റ് വാസ് 698 rupees. 4 ചെയറിന് കറക്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ച് ഫാബ്രിക് ബാക്കി വന്നു. ഞങ്ങളെ ചെയർസ് ഒക്കെ റെഡി ആയപ്പോൾ അവ്യൂന് ചെറിയൊരു കുശുമ്പ് തോന്നിയിട്ട് അവൻ അവന്റെ ഹൈ ചെയർ എടുത്ത് വന്ന് സെറ്റ് ആക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇത് TV യൂണിറ്റിന് വേണ്ടി വാങ്ങിയതാണ്. ഇതാണ് ഗ്രൗട്ടിംഗ് ടേപ്പ്. ഇത് ഞങ്ങൾ TV യൂണിറ്റിന് ടീ പട്ടി എന്ന് പറയും. അതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ടീ പട്ടി ആണ് സാധാരണ TV യൂണിറ്റിന് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ബട്ട് ഇത് എന്താ പറയുക, ടീ പട്ടി കുറച്ച് കോസ്റ്റ്ലി ആണ്. നമ്മുടെ ഇങ്ങനത്തെ നോർമൽ ഗ്രൗട്ടിംഗ് ടേപ്പിനേക്കാളും 3 times പ്രൈസ് ഹയർ ആണ്. അതായത് ഒരു 8 mm ടീ പട്ടിക്ക് 1500 rupees ആണ്. നമുക്ക് ബഡ്ജറ്റ് നോക്കണം ആസ് വെൽ ആസ് സ്റ്റൈലിഷുമായിരിക്കണം. അപ്പോൾ എനിക്കൊരു ഐഡിയ വന്നതാണ്, ഇൻസ്റ്റെഡ് ഓഫ് ടീ പട്ടി ഗ്രൗട്ടിംഗ് ടേപ്പ് ഇങ്ങനെ TV യൂണിറ്റിൻ്റെ മേലെ യൂസ് ചെയ്യാമെന്ന്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇതൊരു 50 meters ഗ്രൗട്ടിംഗ് ടേപ്പിന് 340 rupees മാത്രമേ ഉള്ളൂ. ഇത് ഇത്രയും ഫോക്കസ് ആൻഡ് പേഷ്യൻസോടെ ചെയ്തെടുക്കുന്ന ജിമിയേട്ടിന് ഹാറ്റ്സ് ഓഫ്. ബിക്കോസ് ഇത് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നല്ല പ്രിസൈസ് ആയിട്ട് ചെയ്യണം. ബിക്കോസ് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ബബിൾസ് വന്നാൽ അതിനൊരു ഫിനിഷ് ഉണ്ടാവില്ല. നല്ല എന്താ പറയുക, നല്ല കോൺസെൻട്രേഷനോടെ പേഷ്യൻസോടെ ചെയ്യേണ്ട കാര്യമാണിത്. നെക്സ്റ്റ് TV ഫിക്സ് ചെയ്യേണ്ട ടൈം വന്നു. ബട്ട് ആൾക്ക് വളരെ നിർബന്ധമായിരുന്നു ഈ വയർ ഒട്ടും പുറത്ത് കാണാൻ പാടില്ല എന്നുള്ളത്. സോ ഞങ്ങൾക്കൊരു ഇലക്ട്രീഷ്യന്റെ ഹെൽപ്പ് വേണ്ടി വന്നു. അവർ വന്നിട്ട് TVന്റെ റൈറ്റ് ബാക്ക് സൈഡ് തന്നെ സ്വിച്ച് ബോർഡ് ഫിക്സ് ചെയ്ത് തന്നു. പിന്നെ നമ്മുടെ ബാക്കി വരുന്ന വയറൊക്കെ ഒരു മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് അതിന്റെ അകത്തേക്ക് തള്ളിയിച്ചു. ഞങ്ങൾ കോഫി ടേബിളിന് പണിയും ഏകദേശം കഴിഞ്ഞു. ഏകദേശമല്ല, ഫുൾ കഴിഞ്ഞു. പിന്നെ ബാക്കി ഒരുപാട് ഗ്രൗട്ടിംഗ് ടേപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ ഗ്രൗട്ടിംഗ് ടേപ്പ് കൊണ്ട് അതിന് ചുറ്റും ബോർഡർ കൊടുക്കാമെന്ന്. ഞങ്ങളുടെ കോഫി ടേബിളിന്റെ ടോപ്പ് ലെയർ ഒരു ഭാഗം മുഴുവനും ബ്ലാക്ക് ആണ്, അതായത് ഗ്ലോസി ബ്ലാക്ക് കളറാണ്. അതിന്റെ കൂടെ ഈ ഒരു ഗോൾഡൻ കളർ ഷെയ്ഡും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടുമെന്ന് വെച്ച് ഞങ്ങൾ ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ ഇന്റീരിയർ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ ഈ പുറത്തേത്തെ ബാൽക്കണിയിലെ ടൈൽസ് ആണിത്. ഇത് ഞങ്ങൾക്ക് എക്സാക്ട് ആയിട്ടുള്ള ടൈൽസ് കിട്ടിയില്ല. കുറേ കടയിൽ ചെന്ന് നോക്കി, ബട്ട് എക്സാക്ട് ആയിട്ടുള്ള ഷെയ്ഡ് എവിടെയും കിട്ടിയില്ല. കിട്ടിയത് ഒരു ബ്രൗൺ ഷെയ്ഡായിരുന്നു, അതിട്ടു. പിന്നെ വാൾസ് ഒന്നും ഇപ്പം മഴയായതുകൊണ്ട് പെയിന്റ് അടിക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് TV യൂണിറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിന്റെ ഹാൻഡിൽ. സോ ഞങ്ങൾ TV യൂണിറ്റിന് 3 ഡ്രോയേഴ്സ് ഉണ്ട്. ആ 3 ഹാൻഡിലായിട്ട് അത് ഫിക്സ് ചെയ്തു. പിന്നെ ഒരു സൈഡ് മാത്രമായിട്ട് ഒരു വുഡ് ഫിനിഷിന്റെ ഒരു ചെറിയൊരു ബോർഡർ പോലെ ജസ്റ്റ് ഹാഫ് വേ മാത്രം കൊടുത്തു. TV യൂണിറ്റിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണർ 2 ഷെൽഫ് കൊടുത്തു. പിന്നെ മേലെയും താഴെയുമായിട്ട് വാം ഷെയ്ഡിന്റെ സ്പോട്ട് ലൈറ്റും കൊടുത്തു. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച LED സ്ട്രിപ്പ്. ഇത് 5 മീറ്ററിന്റെ നിയോൺ സ്ട്രിപ്പാണ്. നോർമൽ കൈൻഡ് ഓഫ് എന്താ പറയാ, ഫെയർ ലൈറ്റ് പോലെയല്ല, ഇത് നിയോണിന്റെ ആണ്. 12 watts ഉണ്ട്. സോ ഇതിന്റെ പ്രൈസ് ആണ് 625 rupees. ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, യു ക്യാൻ ചെക്ക് ദം. പിന്നെ ഈ നിയോണിന്റെ സ്ട്രിപ്പ് ബാറ്ററി ഓപ്പറേറ്റഡ് അല്ല, കറണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് TV യൂണിറ്റിന്റെ ഓവറോൾ ലുക്ക് കാണാം. നെക്സ്റ്റ് നമ്മുടെ റബ്ബർ ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയ ഡിവൈഡർ.
നെക്സ്റ്റ് ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർ. ഇത് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു. കോമ്പാക്റ്റ് ആയിരിക്കണം, ആ ഒരു സ്പേസിൽ കറക്റ്റായിട്ട് ഒതുങ്ങി നിൽക്കണം, അങ്ങനത്തെ ഒരു ഡൈനിങ് ടേബിൾ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കറക്റ്റ് എക്സാക്റ്റ് അതുപോലെ തന്നെ ചെയ്ത് കിട്ടി. നെക്സ്റ്റ് ഞങ്ങളെ കോഫി ടേബിൾ ആക്ച്വലി എനിക്ക് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവണം, ഒരു സ്റ്റോറേജ് സ്പേസിലുള്ള ഒരു കോഫി ടേബിൾ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ഇത് പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച ഒരു കൈൻഡ് ഓഫ് സ്റ്റോറേജ് സ്പേസിലുള്ള ഒരു കോഫി ടേബിൾ ആണ്. 2 കളർ കോമ്പിനേഷൻ ആണ് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്തത്. ഒന്ന് വുഡിന്റെ കളറും പിന്നെ ഒരു ബ്ലാക്ക് ഗ്ലോസി കൈൻഡ് ഓഫ് ലാമിനേറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തത്. ഇതാണ് സ്റ്റോറേജ് സ്പേസ്. ഇത് ഓപ്പണും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഫി ടേബിൾ ആണ്. കുഞ്ഞു കുട്ടികളുള്ള വീട്ടിൽ ബേബി പ്രൊട്ടക്ഷനോ ബേബി സേഫ്റ്റി നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതുപോലെയുള്ള ടേബിൾ കോർണർ ഗാർഡ്സ് വാങ്ങി സെറ്റാക്കി വെക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ബാക്കി വന്ന കുറച്ച് പ്ലൈവുഡിന്റെ പീസസ് ഉണ്ടായിരുന്നു. അഗൈൻ പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ് ഈ ഒരു ഷൂ റാക്ക്. ഞാനിതിങ്ങനെ ഡിസൈൻ ചെയ്തതെന്ന് വെച്ചാൽ മേലെ 2 ഒരു സ്പേസ് കൊടുത്തിട്ട് അതിൽ ഹെൽമെറ്റ് വെക്കാനും പിന്നെ താഴത്തെ ഡോറിൽ നമ്മൾ 3 പേർക്കും ഷൂസ് വെക്കാൻ. ഫസ്റ്റ് ഫ്ലോർ ഹസ്ബൻഡിന്റെ, മിഡിൽ ഫ്ലോർ അവ്യുവിന്റെ, ലാസ്റ്റ് ഫ്ലോർ എന്റേതും. ഡോറൊന്നും ഇല്ലാതെ താഴത്തെ ഈ സ്പേസിൽ ഇവിടെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്ലിപ്പർ വെക്കാനുമാണ് ഞാൻ അറേഞ്ച് ചെയ്തത്. വീടിന്റെ ഇന്റീരിയർ വർക്ക് ഫുൾ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചെയ്തത്. ഹി ഹാസ് ഡൺ ദിസ് വർക്ക് യൂസിങ് നോട്ട് ഓൺലി ഹിസ് ബ്രെയിൻ ബട്ട് ഓൾസോ ഹിസ് ഹാർട്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വണ്ടർഫുൾ ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റിയത്. എനിവേ ഞങ്ങളെ പുതിയ വീട്ടിൽ ന്യൂ ഡേയ്സ് ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ശ്രുതി. ലവ് യു ആൾ.